ഹലോ, ഈ എക്സാം ടൈമിൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന കുറച്ച് DIY സ്റ്റഡി മെറ്റീരിയൽസും കുറച്ച് ടിപ്സൊക്കെയാണ് ഈ വീഡിയോയിൽ. എത്ര സ്റ്റഡി ലീവ് കിട്ടിയാലും എക്സാമിന്റെ തലേന്ന് മാത്രം ബുക്ക് തുറന്ന് പഠിച്ചാൽ മനസ്സിലാവുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടല്ലേ. ഞാൻ ഏകദേശം ഈ ഒരു കാറ്റഗറിയിൽ പെട്ടതാണ്. ഇനിയിപ്പോൾ എത്ര സമയമില്ലെന്ന് പറഞ്ഞാലും നമുക്ക് പഠിക്കുകയും വേണം, ഒപ്പം ജയിക്കുകയും വേണം. അപ്പോൾ ഇനി പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവര് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം പോർഷൻസ് കവർ ചെയ്യാനും അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ആദ്യം നമ്മൾ എന്തായാലും ഒന്ന് ടെൻഷൻ ഫ്രീ ആയാലേ പറ്റൂ. പിന്നെ നമുക്ക് കവർ ചെയ്യാനുള്ള പോർഷൻസും കാര്യങ്ങളും ആദ്യം ഒന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് അതെല്ലാം നോട്ട് ചെയ്ത് വെക്കാനായിട്ട് എന്തായാലും ഒരു പുസ്തകം ആവശ്യമാണ്. അതിനായിട്ടൊരു പുതിയ പുസ്തകമൊന്നും നമുക്ക് വാങ്ങേണ്ട ആവശ്യമില്ല. അതിനായിട്ട് പഴയ നോട്ട്ബുക്സിലെ പേജസ് ഒക്കെ ഒന്ന് സ്റ്റാപ്പിൾ ചെയ്ത് ഒന്നിച്ചാക്കിയാൽ മതി. ക്ലാസ് എടുക്കുന്ന ടൈമിൽ ടീച്ചേഴ്സ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോ ചാപ്റ്ററിലും നമുക്ക് പറഞ്ഞു തരില്ലേ, അതിന്റെ ഹെഡിങ്സ് മാത്രം ഈ നോട്ട്ബുക്കിലായിട്ട് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ പഠിക്കാനുള്ള ഓരോ ചാപ്റ്ററും ബൈഹാർട്ടായിട്ട് ഇപ്പൊ പഠിക്കാൻ നോക്കിയാൽ എന്തായാലും പറ്റില്ല. അതുകൊണ്ട് ചാപ്റ്റർ മൊത്തത്തിൽ ഒന്ന് വായിക്കുക. പിന്നെ ആ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നത് ഒരു 5 ടൈംസ് എങ്കിലും വായിച്ചിരിക്കണം. ഇനി നമ്മൾ ആ വായിച്ച കാര്യം നമ്മുടെ വീട്ടിൽ ബോർഡോ അല്ലെങ്കിൽ ഇറേസബിൾ ആയിട്ടുള്ള നോട്ട് പാഡ് കാണില്ലേ, അതിലായിട്ട് ഒന്ന് എഴുതി നോക്കുക. ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കുന്നതിനേക്കാളും നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കതൊന്നും കൂടി നന്നായിട്ട് മനസ്സിലാവില്ലേ. ആ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നമ്മൾ പഠിക്കുന്നതിന്റെ ഇടയ്ക്ക് നമുക്കൊരു മടുപ്പ് തോന്നുകയാണെങ്കിൽ ഒരു 20 സെക്കൻഡ് ബ്രേക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. ഒറ്റ ഇരിപ്പിൽ പഠിച്ചാലും ചിലപ്പോൾ നമുക്കൊരു മടുപ്പ് വരാമല്ലേ. ഈ ഒരു ബ്രേക്ക് ടൈമിൽ നമുക്ക് കുറച്ചു നേരം എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം, കുറച്ച് വെള്ളം കുടിക്കാം, ഇതൊക്കെ ചെയ്യാം. പക്ഷെ ഫോൺ എടുത്ത് റീൽസ് നോക്കുന്ന പരിപാടി മാത്രം വേണ്ട. മെസ്സേജ് ചെക്ക് ചെയ്യുമ്പോഴും റീല് നോക്കുമ്പോഴും നമ്മുടെ സമയം പോകുന്ന വഴി നമ്മൾ തന്നെ അറിയില്ല. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ മറന്നുപോയി, പഠിക്കുന്നതിന് മുന്നേ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പഠിക്കാനിരിക്കുക. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. അപ്പോൾ ദൈവത്തിന്റെ പാതി ദൈവത്തെ ഏൽപ്പിച്ചിട്ട് നമ്മുടെ പാതി നമ്മൾ തന്നെ ചെയ്യണം. പിന്നെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഇക്വേഷൻ പോലുള്ള കാര്യങ്ങൾ അതെല്ലാം ഒരു സ്റ്റിക്കി നോട്ടിൽ ഒന്ന് എഴുതി വെച്ചിട്ട് അല്ലെങ്കിൽ ചെറിയൊരു നോട്ട് പേപ്പറിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ട് എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെച്ചാൽ, സാധാരണ ഈ നോട്ടീസ് ബോർഡിലൊക്കെ നമ്മൾ പിൻ ചെയ്ത് വെക്കില്ലേ, അതുപോലെ റൂമിന്റെ എവിടെയെങ്കിലും ഒന്ന് പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിൽ നോക്കുമ്പോഴും നമ്മൾ പഠിച്ച കാര്യങ്ങളും ഇക്വേഷൻസും ഒക്കെ നമുക്ക് മറന്നുപോയാൽ പെട്ടെന്ന് അതിൽ നോക്കി ഓർത്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ പഠിക്കുന്നതിന്റെ ഇടയിൽ എനിക്കിത് മുഴുവനും പഠിക്കാൻ പറ്റുമോ, ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിയോ, രാത്രി ഉറങ്ങാൻ പറ്റുമോ, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കണം. പിന്നെ ഇത് മാത്രമല്ല, പഠിക്കുന്നതിന്റെ ഇടയിൽ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഏതുവരെ പഠിച്ചു എന്ന് ചോദിക്കുന്ന ആ ഒരു ഏർപ്പാട് നമ്മൾ അങ്ങ് മാറ്റിവെക്കണം. അവർ ചിലപ്പോൾ പഠിച്ചെന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു കഴിയണമെന്നില്ല, ഇനി നമ്മൾ പഠിച്ചത് അവരും പഠിച്ചു കഴിയണമെന്നില്ല. അപ്പൊ പരസ്പരം ഒരു ടെൻഷൻ വരാനുള്ള ചാൻസ് അവിടെ ഉണ്ടാവും. പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ എല്ലാവർക്കും വർക്കൗട്ട് ആവണമെന്നില്ല, എന്നാലും കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആവുമെന്ന് കരുതിയാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. ഇനിയിപ്പോ നമുക്ക് കുറച്ച് എക്സാമിന് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങൾ നോക്കിയാലോ. പിന്നെ എല്ലാവരും പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, എക്സാമിന്റെ തൊട്ട് മുന്നേ പുതിയ കാര്യങ്ങളൊന്നും പഠിക്കരുതെന്ന്. പക്ഷെ ഞാൻ പഠിക്കുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് നോക്കി പോകുന്ന കാര്യങ്ങൾ പലതും എനിക്ക് എക്സാമിന് വന്നിട്ടുണ്ട്. അപ്പോൾ പഠിച്ച ടോപ്പിക്സ് മാത്രം നോക്കാതെ പഠിക്കാത്ത ടോപ്പിക്സ് ജസ്റ്റ് ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ എക്സാം എഴുതാനിരിക്കുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ആദ്യമേ തന്നെ കറക്റ്റിന് ഇട്ട് പോവുക. പിന്നെ നന്നായി അറിയാവുന്ന ക്വസ്റ്റ്യൻസിന്റെ ഉത്തരം മാത്രം ആദ്യം എഴുതുക. അതുപോലെ തന്നെ ആൻസേഴ്സ് നല്ല നീറ്റായിട്ടും വ്യക്തമായിട്ടും എഴുതുക. പിന്നെ വാരി വലിച്ച് എഴുതാതെ മാർക്കിന് ആവശ്യമായത് മാത്രം എഴുതുക. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ കറക്റ്റ് സമയം കിട്ടും. അവസാന ടൈം ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യണം. പിന്നെ എക്സാം കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഫ്രണ്ട്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനേ പാടില്ല. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും മറക്കണ്ട.